ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പോകുന്നിടത്തെല്ലാം എന്നോട് കൂടെ ഞാൻ ഉണ്ടായിരിക്കുന്ന അരുളി ചെയ്ത നാഥ, അങ്ങയുടെ സാന്നിധ്യം അനുഭവിച്ചറിയാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കാലയളവില് അനുദിനം ശക്തിയിൽ മുന്നേറുവാൻ നിങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ ഈശോയെ നിന്റെ കൃപയാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഈശോയെ ഞങ്ങളുടെ ശത്രുപക്ഷത്തിന് നേരെ ഞങ്ങളുടെ കരങ്ങൾ ഉയർത്തി ഞങ്ങൾക്ക് വേണ്ടി ഈ സൈന്യാധിപനെ പോലെ യുദ്ധം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ വിശുദ്ധിയാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഈശോ ഞങ്ങള് ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മേല് വിജയം നിറയ്ക്കണമേ. എന്റെ കൃപ നിനക്കു മതി കർത്താവിൻ തിരുവചനം. എന്റെ കൃപ നിനക്കു മതി കർത്താവിൻ തിരുവചനം. അനശ്വരമായ വചനമതേ അതിശയമായി നടത്തിയിരുന്നു. അനശ്വരമായ വചനമതേ അതിശയമായി നടത്തിയിരുന്നു. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. മകളേറ്റ് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, തീർത്ഥാടന ഉടമ്പടിയായി അങ്ങയുടെ മുമ്പിൽ ആരാധന കൂടുന്ന ഞങ്ങളും ഓൺലൈനായി ആരാധന കൂടുന്ന എല്ലാ ദൈവമക്കള് ഉടമ്പടി പ്രകാരം വിശുദ്ധിയോടെ ജീവിച്ച് നിന്റെ സാന്നിധ്യത്തിന് ശക്തിക്കും അർഹരാകുവാൻ അഭിഷേകം ചെയ്യണമേ. അടയാളം നൽകണമേ. സാക്ഷികളാക്കണമേ. ശ്രദ്ധിക്കട്ടെ. നിൻ കൃപ
ഇരിക്കുക. കൃപയാൽ അഭിഷിക്തമാകുന്ന വലിയൊരു ദൈവിക നിമിഷമാണ്. നമ്മൾ സാന്നിധ്യത്തെക്കുറിച്ചാണ് ഇപ്പോൾ കർത്താവ് നമുക്ക് വെളിപാട് നൽകുന്നത്. ഇതിപ്പോൾ മുമ്പത്തെ കാലത്തേക്കാളും, അതായത് നേരത്തെ, ഇപ്പം എനിക്കറിയാം കഴിഞ്ഞ കൊല്ലത്തേക്കാളോ, മുമ്പത്തെ കാലം ഞാൻ ഉദ്ദേശിച്ച കഴിഞ്ഞ കൊല്ലമാണ്, കഴിഞ്ഞ കൊല്ലത്തേക്കാളും കോവിഡ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും കൃപാസനം റീസ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അതുവരെ ഉണ്ടാകുന്നൊരു കോവിഡ് കാലമുണ്ടല്ലോ, അതുവരെ ഉണ്ടായിരുന്ന ഉടമ്പടി കാലമില്ലേ, അതിനേക്കാളും ഇപ്പം സാന്നിധ്യം കൂടുതലാണ്. അതാണ് ഇപ്പം നിങ്ങളെ എല്ലാ സാക്ഷ്യവും കേൾക്കുന്നില്ലല്ലോ, ഞാൻ മിക്കവാറും എല്ലാ സാക്ഷ്യവും കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ മുമ്പത്തെക്കാളും ആൾക്കാരുടെ കൂടെയുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം ഇപ്പം കൂടുതലാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ മുമ്പത്തെക്കാളും വിശുദ്ധരായെന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. കാര്യം വിശുദ്ധിയും സാന്നിധ്യമായിട്ട് കണക്ട് ചെയ്യണത്. പിന്നെ ആൾക്കാർ മുമ്പത്തെക്കാളും ഉടമ്പടിയുടെ ബയോളജി പഠിച്ചിട്ടുണ്ട്. ഇപ്പം ഉടമ്പടി ഒരു ഭക്തകൃത്യമെന്നും അല്ലത്, ശരിക്കും പറഞ്ഞാൽ അത് ഒരു ബൈബിളിക്കൽ എക്സിക്യൂഷനാണ്. ആ ബൈബിൾ പ്രയോഗത്തിൽ വരുത്തുന്ന സിസ്റ്റമാറ്റിക് സയൻറ്റിഫിക് മാത്തമാറ്റിക്കൽ പ്രയറാണ്. കാര്യം അതിൻ്റെ ഇന്ന ഫലത്തിന് ഇന്ന ആപ്ലിക്കേഷൻ ഇന്ന ഫലമെന്ന് കൃത്യമാണല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിലേ ഒരു സാക്ഷ്യം ഉണ്ടായത് അല്ലൻ വർഗീസ് എന്നും പറഞ്ഞ ഒരു ഉദ്യോഗസ്ഥനാണ്, ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ, ട്രിവാൻഡ്രത്തെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ. അദ്ദേഹം എങ്ങനെ വെച്ചാൽ അദ്ദേഹം ഇവിടെ നിൽക്കുമ്പോൾ വൈഫും കൂടി നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് മാതാവിനോടുള്ള ഒരു സങ്കടമാണ്. കാര്യം അദ്ദേഹത്തിന് ഒരിക്കലും നടക്കാത്തൊരു കാര്യം അമ്മ ഉടമ്പടി പ്രകാരം നടത്തിക്കൊടുത്ത്. അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫറാണ്. അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫർ ട്രിവാൻഡ്രത്ത് നിന്ന് കൊല്ലത്തേക്കായിരുന്നു. അപ്പോൾ മാതാപിതാക്കന്മാരുടെ കുറേ പ്രശ്നങ്ങൾ ഒക്കെ കാരണം അവർക്ക് കൊല്ലത്ത് പോയി ജോലി ചെയ്യാനോ ദിവസവും പോകാനോ പറ്റത്തില്ല. അപ്പോൾ ട്രാൻസ്ഫർ ചേഞ്ച് ചെയ്യാതെ ഒരു മാർഗ്ഗമില്ല. അപ്പോൾ അദ്ദേഹം ആദ്യം ഉടമ്പടി ചെയ്തു, കൊല്ലത്തെ ട്രാൻസ്ഫർ അതുപോലെ തന്നെ നിന്നു. പിന്നെയും വന്ന് ഉടമ്പടി ചെയ്തു. പക്ഷെ പുള്ളിയുടെ ട്രാൻസ്ഫർ വീണ്ടും ട്രിവാൻഡ്രത്തേക്കാക്കി ദൈവം ക്രമീകരിച്ചു. അത് ഭയങ്കര ഞെട്ടിപ്പിക്കുന്ന ഒരു സാക്ഷ്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, അമ്മ ചെയ്തതിനേക്കാൾ വലുത് അദ്ദേഹം ചെയ്തത് എന്താണെന്ന് ആദ്യം പറയാം. അദ്ദേഹം ആദ്യം ട്രാൻസ്ഫറിന് ഒരിക്കലും അദ്ദേഹത്തിന് ട്രിവാൻഡ്രത്ത് നിന്ന് കൊല്ലത്ത് വന്ന് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അത് കുടുംബത്തിൻ്റെ സാഹചര്യം അതല്ല. അപ്പോൾ എന്താ ചെയ്യണത്? അമ്മ ഇത് മാറ്റിത്തരാതെ ഒരു മാർഗ്ഗവുമില്ല. 90 ദിവസം അദ്ദേഹം പക്കാ ഉടമ്പടിയിലാണ് ജീവിക്കണത്. അല്ലാതെ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചു വന്ന് ഉടമ്പടി ചെയ്ത ആളാണ്. അല്ലാതെ ആൻറ്റി പറഞ്ഞ അയൽവാസി പറഞ്ഞെന്നും പറഞ്ഞ് കൂടെ വന്ന് ഉടമ്പടി ചെയ്ത ആളല്ല. അവർക്ക് മണിയാ കിണിയാ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടും പോകും. അതാണ് അവർ വർക്ക് ചെയ്യാത്തതിൻ്റെ കാരണം. ഇത് കറക്റ്റ് കാര്യങ്ങൾ മാസങ്ങളോളം എടുത്ത് പഠിച്ചിട്ടാണ് ഇവിടെ വന്ന് ഉടമ്പടി ചെയ്തത്. ഉടമ്പടി ചെയ്ത് കഴിഞ്ഞാൽ പക്കായിട്ടാണ് അദ്ദേഹം ഉടമ്പടി എക്സിക്യൂട്ട് ചെയ്യണത്. പക്ഷേ ഇത് വർക്കൗട്ട് ചെയ്തില്ല. പക്ഷേ അപ്പോൾ അത് ഉടമ്പടിയുടെ ഇരിക്കുന്ന വെടിമരുന്ന് എന്താണെന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു. അതാണ് സംഭവം. ഉടമ്പടി എങ്ങനെ കത്തണമെന്ന് പുള്ളിക്ക് കണ്ടുപിടിച്ചു. ഉടനെ പുള്ളി 3 മാസം ഉടമ്പടി ചെയ്ത് ഉടമ്പടി ജീവിച്ചപ്പോൾ ഉടമ്പടി എങ്ങനെയാണ് കത്തണമെന്നോ അല്ലെങ്കിൽ കത്തിക്കാൻ പറ്റണോ എങ്ങനെയാണെന്ന് കണ്ടുപിടിച്ച് പുള്ളി പുതുക്കി കഴിഞ്ഞപ്പോൾ ഒരു മലക്കം പറഞ്ഞിട്ട് ഇവിടെ വരുമ്പോൾ പരിശുദ്ധാത്മാവ് വിവേചനം കൊടുത്തു, മകനെ ഇങ്ങനെയല്ല കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇതിന് നിൻ്റെ വയറ്റിപ്പഴപ്പാണ് നീ പ്രാധാന്യം വെച്ചിരിക്കുന്നത്. നീ വെക്കേണ്ടത് പരിശുദ്ധാത്മാവിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഉടമ്പടി ചെയ്യാൻ പറഞ്ഞു. ഉടനെ പുള്ളി ഇത് വിടുന്നപ്പോൾ ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ ട്രാൻസ്ഫർ 1ാമത്തെ സെക്ഷനിൽ നിന്ന് ട്രാൻസ്ഫർ വെട്ടി അത് 2ാമതാക്കി മാറ്റി. 1ാമത് പുള്ളി പറഞ്ഞു, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാൽ അമ്മേ എന്നെ നിറക്കാൻ വേണ്ടി എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണേ. അതാണ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഉടമ്പടി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങൾ. കാര്യങ്ങൾ അറിഞ്ഞ് അവർ മറമ്മത്തി തൊട്ടേ കളിക്കത്തുള്ളൂ. അവർ ഒന്നുകിൽ ചെയ്യും അല്ലെങ്കിൽ ചെയ്യത്തില്ല. ചെയ്യുമെങ്കിൽ അവർ വെടിപ്പായിട്ട് ചെയ്യും. അതാണ് എഡ്യൂക്കേറ്റഡ് ഓഡിയൻസിൻ്റെ ഒരു പ്രത്യേകത. കാര്യങ്ങൾ എന്താണെന്ന് ടെക്നിക്കലായിട്ട് മനസ്സിലാക്കും. അച്ഛൻ്റെ പ്രഭാഷണങ്ങളെല്ലാം കേൾക്കും. ഇതെങ്ങനെ കത്തിക്കണമെന്ന് നോക്കും. എന്നാൽ അതിൻ്റെ ഇന്ധനം എവിടെ ഇരിക്കണം, അതിൻ്റെ കുറിഞ്ഞ് എവിടെയാണ്. ഇപ്പം കതിനായാണെങ്കിലും വല്ലോടത്തും കൊണ്ട് തീ വെച്ച് കത്തത്തില്ല. അതിൻ്റെ കുറിഞ്ഞയ്ക്ക് വേണ്ടി കൊടുക്കണം. അത് മരുന്നിരിക്കുന്ന സ്ഥലത്ത് തന്നെ തീ കൊടുക്കണ്ടേ. അപ്പോൾ ഈ മരുന്നിരിക്കുന്നത് എവിടെയാണെന്ന് പുള്ളിക്ക് മനസ്സിലായി. ഇത് ആത്മാവിലാണ് ഇത് വർക്ക് ചെയ്യണത്. അതുകൊണ്ട് പുള്ളിക്കാരൻ ആദ്യം എഴുതി പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെ എന്നെ നിറക്കണമേ. 2 നിവർത്തിയില്ല അമ്മേ, വീണ്ടും വെക്കണം ഞാൻ ട്രാൻസ്ഫറിൻ്റെ കാര്യം. കൊല്ലത്ത് പോകാൻ എനിക്ക് അവർ പറഞ്ഞു. അവർ ഓഫീസ് കൊല്ലത്തിടാമെന്ന് പറഞ്ഞു.
കൊല്ലത്ത് പോകാൻ അതിനുള്ള റെഡിയാക്കിയിരിക്കുകയാണ് അവർ. അപ്പം അതുകൊണ്ട് ഇപ്പോഴും അത് സ്റ്റാറ്റസ് കോ അങ്ങനെ നിൽക്കുകയാണ്, ഒരു മാറ്റവും ഇല്ലാതെ. പക്ഷെ എനിക്ക് പോകാനും പറ്റണില്ല. അപ്പോൾ എന്നെ അതാണ് വെച്ചു. പക്ഷേ ആദ്യം പിന്നെ അതിൻ്റെ അകത്ത് മൂന്നാമതായിട്ട് പുള്ളിക്കാരനൊരു കാര്യം വെച്ചു. കാര്യം അമ്മ ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ഒരു സഹപ്രവർത്തകനുണ്ട് ഈ ഓഫീസിൽ ജോലി ചെയ്യണം. അവനും എന്നെപ്പോലെ പ്രശ്നമാണ്. അവനെയും കൊല്ലത്തൊന്നും വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അവൻ്റെ കാര്യം കൂടി ഞാൻ വെക്കണമെന്ന് മൂന്നാമതായിട്ട് അവൻ്റെ കാര്യം വെച്ച്, സഹപ്രവർത്തകൻ്റെ കാര്യം വെച്ച്. അപ്പോൾ ഈ അല്ലൻ്റെ കാര്യം അമ്മ രണ്ടാമത്തെ ഉടമ്പടി കറക്റ്റ് ഉടമ്പടി ആയത് കാരണം അല്ലൻ്റെ കാര്യം അമ്മ ഈ വിത്തിൻ നോ ടൈം കൊല്ലത്തെ ഓഫീസും ഗവൺമെൻറ് സ്റ്റോപ്പ് ചെയ്ത് അത് ആ പ്രോജക്റ്റ് സ്റ്റോപ്പ് ചെയ്ത് അല്ലെങ്കിൽ അവിടെ തന്നെ അവൻ ഇരുന്ന സ്ഥലത്ത് തന്നെ ട്രാൻസ്ഫർ തിരിച്ചു കൊടുത്തു. ക്ലിയറായത്. ഇപ്പോൾ ഓർഡറെല്ലാം പിൻവലിച്ചു, എല്ലാം ക്ലിയറായി. പക്ഷേ കൂടെ ഉള്ളവന് ഇപ്പോഴും പോകണം. അപ്പോൾ അവൻ ഇവിടെ വന്ന ദിവസം പറഞ്ഞു, അമ്മേ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞപ്പോൾ മൂന്നാമതായിട്ട് എൻ്റെ സഹപ്രവർത്തകൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. അവനിപ്പോഴും വിഷമത്തിലാണെന്ന് പറഞ്ഞില്ല. പെട്ടെന്ന് ഒരു സുഗന്ധാഭിഷേകം വന്നു. പെട്ടെന്ന് ഇവിടെ നിൽക്കുമ്പോൾ സുഗന്ധാഭിഷേകം വന്നു. അപ്പോൾ വൈഫിനോട് ചോദിച്ചു, വൈഫും കൊണ്ട് നിൽക്കുകയല്ലേ, കാര്യം ഇവിടെ ഞങ്ങളെ ഇവിടെ ഈ നമുക്ക് ഈ 10,000-2,000 ആൾക്കാർ ഒരുമിച്ച് നിൽക്കണമ്പോൾ ബാത്റൂംസ് ഇവിടെ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആരും കാണുന്നില്ലെങ്കിലും വളരെ ശാസ്ത്രീയമായിട്ട് 57 ബാത്റൂമിൻ്റെ അകത്തുണ്ട്. അത് ആ രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കണം. പക്ഷേ ഓവറായിട്ട് ആൾക്കാർ വന്ന് ഉപയോഗിച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും സ്മെല്ലുണ്ടാകും. അതുകൊണ്ട് ഞങ്ങളിവിടെ എല്ലാം വിക്ക് വെച്ചിരിക്കുകയാണ്. കണ്ടില്ലേ നിങ്ങൾ, ഇതുമാത്രം വിക്ക് വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ ഓർഡർ നല്ല സ്മെല്ല് വരും. അതിന് ആൾക്കാർ ഒത്തിരി കൊണ്ട് ആവശ്യമില്ലാത്ത സ്മെല്ലുണ്ടാകാതിരിക്കാൻ വേണ്ടി ഇത് സെറ്റ് ചെയ്തിരിക്കണതാണ്. അപ്പം ഞാൻ ഈ സുഗന്ധാഭിഷേകം എന്ന് പറയുമ്പോൾ ഞാൻ മൈൻഡ് ചെയ്യത്തില്ല, കാര്യം എനിക്കറിയാം ഈ വിക്ക് വെച്ചിരിക്കണ കൊണ്ടാണെന്നറിയാം. പക്ഷേ ഇത് പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഈ വിക്കിൻ്റെ സ്മെല്ലല്ല, വേറെ ഒരു വെറൈറ്റി സ്മെല്ലാണ് ഇതിൻ്റെ മാതാവിൻ്റെ സ്മെല്ലെന്ന് പറയുമ്പോൾ. അപ്പോൾ ഉടനെ വൈഫ് അടുത്ത് നിൽപ്പുണ്ട്. വൈഫോട് ചോദിക്കും, എനിക്ക് വല്ലാത്തൊരു സ്വർഗീയ സുഗന്ധം ഫീൽ ചെയ്യണമല്ല, നിനക്ക് വല്ലതും തോന്നിയോ? അപ്പോൾ പറഞ്ഞു എനിക്കൊന്നും തോന്നിയില്ല. വീണ്ടും ചോദിച്ചു, അയാൾക്ക് സ്മെല്ല് ശരി വരുന്നുണ്ട്. വീണ്ടും ചോദിച്ചു, അപ്പോഴും ഒന്നുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാളുടെ മനസ്സിലൊരു ഇൻഡ്യൂഷൻ വന്നു, കൂട്ടുകാരനെ വിളിക്കുക വന്നു. അയാൾ പുറത്തോട്ട് ഇറങ്ങിയിട്ട് കൂട്ടുകാരനെ വിളിച്ചു, നിൻ്റെ ട്രാൻസ്ഫറിന് വല്ലതും സംഭവിച്ചോടാന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു എൻ്റെ ട്രാൻസ്ഫർ ക്യാൻസലാക്കിയെന്ന് പറഞ്ഞു. ഇതാണ് സംഭവം. അതാണ് പ്രസൻസ് എന്ന് പറയണത്. ഇതിങ്ങനെ ഇയർ ടു ഇയർ കേൾക്കുകയാണ് കാര്യങ്ങൾ. നമ്മൾ സത്യസന്ധമായിട്ടൊന്ന് നിന്നാൽ മതി. നമ്മുടെ ഈ മലയാളിയുടെ ജനിതകമായി ഉടായ്പില്ലേ, ആ സാധനം മാറ്റിയ ഉടമ്പടി വർക്കൗട്ട് ചെയ്യും. അത് കൃത്യമാണ്. മലയാളിക്ക് എങ്ങനെയാ ചിലർക്ക് ഗേറ്റ് തുറന്ന് കിടന്നാലും മതിൽ ചാടിയിലേ വരത്തുള്ളൂ. അവരെന്തെങ്കിലും തരത്തിൽ കുറക്കാൻ പറ്റുമോ എന്ന് നോക്കൂ. ഇത് 10 പത്രമെങ്കിലും അടുത്ത ആഴ്ച കൊടുത്താൽ മതിയാന്ന് ചിന്തിക്കും. ഇപ്പം പണ്ട് ജഗതിയൊക്കെ കളിച്ച പോലെ കൈനീട്ടം വൈകിട്ടായാൽ വല്ല കുഴപ്പമുണ്ടാന്ന് ചോദിക്കത്തില്ലേ, അതുപോലെ മലയാളി ചോദിക്കും, കൈനീട്ടവേ വൈകിട്ടായാൽ വല്ല കുഴപ്പമുണ്ടാന്ന് എന്ന് പറയും. 10 പത്രം അവസാനം മാർച്ച് അവസാനം കൊടുത്താൽ മതിയാന്ന് ചോദിച്ചാൽ ഇത് കത്തുകയില്ല, നനഞ്ഞ പടക്കം പോലെ ഉടമ്പടി. എന്താ കാര്യം? ഇതിനൊരു ലിമിറ്റഡ് ഒരു സ്പീഡുണ്ട്. അത് നിങ്ങളുടെ സ്പിരിച്വൽ എന്തൂസിയാസത്തിൻ്റെ ഭാഗമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് കർത്താവിൻ്റെ പുനരുദ്ധാനത്തിലാണ് സാക്ഷ്യം വഹിക്കുന്നത്. നിങ്ങൾ പത്രം കൊടുത്തു, രോഗിയെ കണ്ടു, രോഗികളെ ഇപ്പം രോഗിയെ കണ്ടാകുമ്പോൾ തന്നെ ഈശോ എന്താ പറഞ്ഞിരിക്കണമെന്ന് വെച്ചാൽ ഞാൻ രോഗിയാണെന്നല്ല പറഞ്ഞിരിക്കണത്, അല്ലേ? അവിടെ വേറെ നിങ്ങളുടെ അയൽവാസിയാണ്, ചിലപ്പോൾ ജന്മത്ത് ആദ്യമായിട്ടും കാണുന്ന രോഗിയാണ്. അതുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ ജന്മിത്തം കളിക്കും. എന്നാൽ കിടക്കട്ടെ, എൻ്റെ കയ്യിൽ നിന്നൊരു 50 രൂപ. അപ്പോൾ നിങ്ങൾ ജന്മിയുമായി, അയാൾ കുടിയാനുമായി. അപ്പോൾ ഇങ്ങനെയുള്ള ജന്മി കുടിയാൻ വ്യവസ്ഥിതി നിങ്ങൾക്ക് ഇത്തിരി പൈസ എന്തെങ്കിലും ഇത്തിരി മേൽക്കൈ കിട്ടിയാൽ പിന്നെ അപ്പം തന്നെ നിങ്ങൾ കോളർ പൊക്കും. കോളർ പൊക്കണ കാരണമാണ് ഈശോ പറഞ്ഞത്, കോളറൊക്കെ താത്ത് രോഗിയെ ഞാനായിട്ട് കാണാൻ പറയും. അതാണ് ഈശോ പറഞ്ഞത്, ഞാൻ രോഗിയായിരുന്നു. അതാണ് പ്രശ്നം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കർത്താവ് രോഗിയാണെന്ന് പറയുമ്പോൾ നമ്മളാരാകും? ദാസനാകും. അമ്മ അതാണ് ഉടമ്പടി ചെയ്യുമ്പോൾ ബേസിക്കായിട്ട് പറയണത്, നീ ഗർഭം ധരിച്ചാൽ പുത്രനെ പ്രസവിക്കും എന്ന് പറയുമ്പോൾ അമ്മ എന്താ പറയണത്? ദൈവത്തിനൊന്നും അസാധ്യമല്ലെന്ന് പറയുമ്പോൾ കർത്താവാണിത് ചെയ്യണമെന്ന് അമ്മയ്ക്ക് മനസ്സിലായില്ലേ? അമ്മ ഉടനെ എന്താ പറയണത്? ഇതാ കർത്താവിൻ്റെ ദാസി. അതാ അമ്മ ഉടമ്പടി ചെയ്യണം എന്താണ്? ദാസിയാണെന്നും പറഞ്ഞാൽ ഉടമ്പടി ചെയ്യുന്ന ഓരോ വ്യക്തികളും ആ ചെയ്യുന്ന നിമിഷം തന്നോട് തന്നെ പറയണം, ഞാൻ കർത്താവിൻ്റെ ദാസാണ്, കർത്താവിൻ്റെ ദാസിയാണ്. അമ്മയുടെ മധ്യസ്ഥതയിലാണ് ദൈവത്തോട് ഉടമ്പടി ചെയ്യണത്. കൈയടിച്ച് കർത്താവ് ഞങ്ങൾക്ക് എല്ലാവർക്കും പരിശുദ്ധ അമ്മയുടെ മനോഭാവം
അല്ലെൻ്റെ സാക്ഷ്യം എന്തുകൊണ്ടാണ് പെട്ടെന്ന് വർക്ക് ചെയ്യണത്? ഇവന് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ കിട്ടിയ ഉടനെ, പരിശുദ്ധാത്മ ഫലം എന്താണ്? സ്നേഹമാണ്, അല്ലേ? സ്നേഹമാണ്. അതുകൊണ്ടാണല്ല അവൻ രക്ഷപ്പെടാത്തതിൽ ഇവന് സങ്കടം വന്നത്. അതുകൊണ്ടാണല്ലോ അമ്മയോട് അവൻ പറഞ്ഞത്, അമ്മ അവൻ്റെ കാര്യം ശരിയായില്ല എന്ന് പറഞ്ഞത്. അപ്പോഴാണ് അമ്മ പറഞ്ഞത്, എൻ്റെ സാന്നിധ്യം നിൻ്റെ കൂടെയുണ്ട്, അവൻ്റെ കാര്യം ശരിയാക്കിയിട്ടുണ്ടെന്ന്. ഇതിന് ഒന്നും പഞ്ഞമില്ല മക്കളെ. ഇതെല്ലാം നിങ്ങൾ വരച്ച വരയിൽ നിങ്ങൾ പറയുന്ന സത്യസന്ധമാണെങ്കിൽ, നിങ്ങൾ ദൈവത്തിൻ്റെ സ്നേഹിതരാണെങ്കിൽ, ആ സ്നേഹത്തിന് വേണ്ടി സാക്ഷ്യം വഹിക്കാനാണ് നിങ്ങൾ ഉടമ്പടി എടുത്തെങ്കിൽ, ആ ലക്ഷ്യം സത്യസന്ധമാണെങ്കിൽ തീർച്ചയായിട്ടും ഉടമ്പടി ഇന്ന് കത്തും നിന്ന് കത്തും. കൈയിടിച്ച് കർത്താൻ ചൊല്ലി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എൻ്റെ മക്കളെ, നിങ്ങൾ ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ നിങ്ങൾ ഉടനെ വല്ല വിഡ്ഢിയാന്മാരും ഉണ്ടെങ്കിൽ ബുദ്ധിപരമായിട്ട് ആലോചിക്കും. ഉള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ഇങ്ങനെ വീട്ടിൽ തന്നെ ട്രാൻസ്ഫർ കിട്ടണമെന്ന് പറഞ്ഞാൽ സർക്കാർ തെണ്ടിപ്പോവില്ല എന്ന് വിചാരിക്കും. അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. അവിടെ സിറ്റുവേഷൻ അതാണ്. ചില കുഷ്മണ്ഡന്മാർ ചിന്തിക്കുകയെ, ഉദ്യോഗസ്ഥന്മാരല്ലേ ഇങ്ങനെ ട്രാൻസ്ഫർ ചോദിച്ചാൽ പിന്നെ സർക്കാരെ തെണ്ടുമില്ല. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അതേടെ പ്രത്യേക സിറ്റുവേഷൻസാണ്. നിൻ്റെ സിറ്റുവേഷൻ ആയിരിക്കത്തില്ല ഒരു മറ്റ് വ്യക്തിയുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ വ്യത്യാസം ഉണ്ടാകും. പക്ഷേ നിന്നെക്കാരത് അറിയാൻ പറ്റത്തില്ല. നിൻ്റെ ഭാര്യയായിരിക്കാം, നിൻ്റെ മകളായിരിക്കാം, മകനായിരിക്കാം. അവിടെ സിറ്റുവേഷൻ നിനക്ക് അറിയത്തില്ല. ഇതെല്ലാം അറിയണ ഒരാളുണ്ട്. അയാൾ നമുക്ക് വാഗ്ദാനം തന്നു. I will reinstate you in your own soil. എന്താണ്? നിൻ്റെ മണ്ണിൽ തന്നെ ഞാൻ നിന്നെ പുനഃസ്ഥാപിക്കും. വാഗ്ദാനമാണ്, ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. I will reinstate you, പുനഃസ്ഥാപിക്കോ. എന്താണ്? ഇൻ യുവർ ഓൺ സോയിൽ. നീ എവിടെയാണ് വേലെടുത്തത് അവിടെ തന്നെ നിന്നെ തിരിച്ചു കൊണ്ടുവരുമെന്ന് കർത്താവിൻ്റെ വാഗ്ദാനമാണ്. എസെക്കിയേലിൻ്റെ പ്രവചനങ്ങളിലുണ്ട്. എസെക്കിയേൽ 37:13-14 എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും. അതുപോലും എന്താണ് ഈ അയാളെ കൊണ്ടുപോകുന്നത്? എന്നെ പരിശുദ്ധാത്മാവിൽ നിറക്കണമെന്നാണ് ആ ഉദ്യോഗസ്ഥൻ പ്രാർത്ഥിച്ചിരിക്കുന്നത്. നിൻ്റെ ട്രാൻസ്ഫർ പോലും പരിശുദ്ധാത്മാവിൻ്റെ ഫലമായിട്ടാണ് വരണത്. എന്താ പറഞ്ഞ? എൻ്റെ ആത്മാവിനെ ഞാൻ നിന്റെ മേൽ അയക്കും. അടുത്ത നടപടി എന്താണ്? നിങ്ങൾ ജീവിക്കും. പിന്നെ ഞാൻ നിങ്ങളെ നിങ്ങളുടെ സ്വന്തം ദേശത്ത് വസിപ്പിക്കും. ഇപ്പം സ്വന്തം ദേശത്ത് പറഞ്ഞാൽ നേരത്തെ ജീവിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് മലയാളം ട്രാൻസ്ലേഷൻ വരുമ്പോൾ പുനരധിവസിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടില്ല, വസിപ്പിക്കുമെന്ന് പറഞ്ഞു. പണ്ടുണ്ടായിരുന്ന സ്ഥലത്തുമാണ്, വീണ്ടും അവിടെ തന്നെ വസിപ്പിക്കുക. എൻ്റെ മക്കളെ, ഉടമ്പടി വർക്ക് ചെയ്യണമെങ്കിൽ 8810 വാഗ്ദാനങ്ങൾ ഉൾപ്പെട്ടാൽ മതി. നീ പറയണ കാര്യം അതെന്തായാലും ദൈവം നൽകിയിട്ടുള്ള മനുഷ്യരാശിയുടെ നിലനിൽപ്പിന്, എക്കാലത്തെയുള്ള നിലനിൽപ്പിന് ദൈവം നൽകിയിട്ടുള്ള 8810 വാഗ്ദാനമുണ്ട്. അതിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ അത് ആ രാജ്യത്ത് നിയമപരമായിട്ട് നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ളതും ബൈബിൾ അറിയേണ്ട കാര്യമില്ല. ദൈവം ഈ മനുഷ്യന്മാരുണ്ടാക്കിയ നിയമങ്ങളെല്ലാം ദൈവ നിയമത്തിൻ്റെ താഴെയിട്ട് അത് കണ്ട് പഠിച്ചുണ്ടാക്കിയ സംഭവമാണ്. അതുകൊണ്ടാണ് ഇത് മനുഷ്യന്മാരുടെ നിയമങ്ങൾ പോലും നിലനിൽക്കുന്നതിൻ്റെ കാര്യം എന്താണ്? ദൈവിക ഡിവൈൻ ലോ ഉള്ളത് കൊണ്ടാണ്. ഡിവൈൻ ലോ നിലനിൽക്കുന്ന ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിലാണ്. ചിലപ്പോൾ ദൈവികമായ വാഗ്ദാനങ്ങളെ ഈ മാനുഷ്യ നിയമങ്ങളെയും അതിലംഘിച്ചുകൊണ്ട് ദൈവം വാഗ്ദാനം നടപ്പാക്കും. അതുകൊണ്ടാണ് ചില ആൾക്കാർക്ക് ആ ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ അവരുടെ വിസ തടഞ്ഞിട്ടിരിക്കുന്ന രാജ്യത്തിൻ്റെ നിയമങ്ങൾ തന്നെ ദൈവം മാറ്റുന്ന കാര്യം എന്താണ്? നിയമത്തെക്കാൾ വലുതാണ് ദൈവത്തിൻ്റെ വാഗ്ദാനം. കൈയടിച്ച് കർത്താവിനെ രാജ്യത്തിന്റെ നിയമങ്ങൾ വരെ മാറ്റി ഞങ്ങളെ പുനരധിവസിപ്പിക്കുന്ന സ്നേഹത്തിന് നന്ദി പറയുന്നു. ചെയ്തവൻ വാക്കുമാറുമോ?
മാറുകില്ല, ഒരിക്കലുമില്ല, അവൻ മാറുകില്ല. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവസ്നേഹം ഉണ്ടായിരിക്കുക, പരിശുദ്ധാത്മ നിറവിൽ ജീവിക്കുക, വിശുദ്ധിയുടെ വ്യാപരിക്കുക, ദൈവത്തിൻ്റെ സാന്നിധ്യം ഉറപ്പുവരുത്തുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. എഴുന്നേൽക്കുക, എല്ലാവരും എഴുന്നേൽക്കുക. രോഗസൗഖ്യ പ്രാർത്ഥന. അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും, മക്കൾ സ്തുതിച്ചുകൊണ്ടേയിരിക്കുക. രോഗമുള്ളിടത്ത് കൈകൾ മാറി മാറി വെക്കണം. രോഗമുള്ളിടത്തേക്ക് കൈകൾ മാറി മാറി വെച്ചാൽ മതി. ചിലപ്പോൾ ഒരാൾക്ക് 4-5 രോഗങ്ങളുണ്ടാകും. അച്ഛൻ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ കൃപ നിറഞ്ഞു നിൽക്കുന്ന ആരാധനയുടെ അഭിഷേക നിമിഷമാണ്. നിന്റെ മക്കൾ സ്തുതിക്കട്ടെ, ഇടിമുഴക്കം പോലെ സ്തുതിക്കട്ടെ. എന്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ, എന്റെ കർത്താവേ, വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. എൻ്റെ കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവേ. 36 കൊല്ലം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥത്തിലെ മാരകരോഗങ്ങൾ, തീരാവേദികൾ ദൈവനാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ശക്തികർത്ത് നടുവേദനക്കാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, നടുവേദനയ്ക്കുന്ന കർത്താവ്, കിഡ്നി രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, കിഡ്നി രോഗികളെ കിഡ്നി ചുളിഞ്ഞു പോയവരെ, കിഡ്നി കർത്താവ് ചുളിഞ്ഞു പോയവരെ, കിഡ്നി ചെറുതായി പോയവരെ, കിഡ്നിയിൽ കല്ലുള്ളവരെ, കിഡ്നിക്ക് വീക്കമുള്ളവരെ, കിഡ്നി മരുന്നാകുന്നവരെ എല്ലാവരെയും കർത്താവ് സ്പർശിക്കട്ടെ. കൈ രോഗമുള്ളിടത്തേക്ക് കൈകൾ മാറ്റി മാറ്റി ശ്രദ്ധിക്കട്ടെ. അസുഖമുള്ളവരെ പ്രാർത്ഥിക്കുന്ന കർത്താവ്, സ്പോണ്ടിലോസിസിന് അസുഖമുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, തൈറോയ്ഡ് രോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, കരരോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, കിഡ്നി രോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ശ്വാസകോശ രോഗികളെ കർത്താവ്, ശ്വാസകോശ രോഗികളെ, പതിരിയുടെ അസുഖമുള്ളവരെ കർത്താവ്, വലിവ് രോഗികൾ, ആസ്മ രോഗികൾ, അൾസസ് രോഗികൾ, അൾസർ രോഗികൾ കർത്താവ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഉദര രോഗികളെ കർത്താവ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, നിന്റെ തിരുമുറുമാർന്ന് വലതുകരം രോഗികളെ മേൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ കരുണ മക്കളിലേക്ക് ആവശ്യിക്കട്ടെ പ്രാർത്ഥിക്കുന്ന, മക്കളില്ലാത്ത പ്രാർത്ഥിക്കുന്ന കർത്താവ്, കുടൽ രോഗികൾ, അൾസർ രോഗികൾ, അൾസസ് രോഗികളെ കർത്താവിൻ്റെ വിശുദ്ധമായ രഥത്തെ കഴുകപ്പെടട്ടെ. മാരകരോഗങ്ങളെ യേശുനാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന, മക്കളില്ലാത്ത പ്രാർത്ഥിക്കുന്ന കർത്താവ്, കടലുകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, പാങ്ക്രിയാസ് രോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, പക്ഷരോഗികൾ, ഷുഗർ രോഗികൾ, മെനിഞ്ചൈറ്റിസ് അസുഖമുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്, മുടിക്കൊഴിച്ചവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, നടുവേദനക്കാരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, വാതരോഗികൾ കർത്താവ്, ഞരമ്പിന് വീക്കമുള്ളവർ, ഞരമ്പിന് ബ്ലോക്കുള്ളവർ, കാല് മരവിക്കുന്ന സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, മുള്ളൻകാലും ഉച്ചവരെയുള്ള മാരക രോഗങ്ങൾ, തീരാവേദികൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. സൗഖ്യം നൽകണമേ, ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ജോലി ഇല്ലാത്തവരെ, ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്ന ആരാധനയ്ക്ക് സമർപ്പിക്കാൻ പോകുന്ന വിഷയങ്ങളാണ്. നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ ഈ വിഷയത്തിന് ഈ മാസത്തിന് സാക്ഷ്യം പറയാൻ ദൈവം നിങ്ങളെ അനുവദിക്കും. അല്ലെങ്കിൽ ഈ ഉടമ്പടി കാലഘട്ടത്തിൽ ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. വീടില്ലാത്തവർ,
വീട് സ്ഥലവും വഴിയുമില്ലാത്തവർ, വാടക താമസിക്കുന്നവർ, ഈ ആഴ്ചയിൽ ഈ മാസത്തിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്നവർ, ഈ ആഴ്ചയിൽ ട്രാൻസ്ഫറിന് വേണ്ടി ശ്രമിക്കുന്നവർ, ഈ ആഴ്ചയിൽ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന മക്കൾ, പുതിയ SLCക്കാർ പരീക്ഷ എഴുതാൻ പോകുന്നവർ, അവരുടെ മാതാപിതാക്കന്മാരെ ഈ സമയം ആരാധനയിൽ കുഞ്ഞുങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ഈ ആഴ്ചയിൽ ഡിഗ്രി പരീക്ഷ എഴുതാൻ പോകുന്നവർ, എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. വിവാഹ തടസ്സമുള്ളവർ, മക്കളില്ലാത്തവർ, വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ, അതിൻ്റെ വിസ തടസ്സങ്ങൾ, ഓഫർ ലെറ്ററിൻ്റെ തടസ്സങ്ങൾ, യൂണിവേഴ്സിറ്റി തടസ്സങ്ങൾ, എല്ലാം പൈസ കൊടുത്തിട്ട് എല്ലാം പെൻഡിങ്ങായി പോയവർ, പണവും നഷ്ടപ്പെട്ട് പോകാൻ പറ്റാതെ വേദനിക്കുന്നവർ, മക്കളില്ലാത്തവർ, സ്ഥലം വിൽക്കാൻ പറ്റാത്തവർ, ജപ്തി ആയിപ്പോയവർ, ജപ്തി വരാൻ പോകുന്നവർ, അതടക്കാൻ മാർഗമില്ലാതെ വിഷമിക്കുന്നവർ, കുടുംബകലഹത്തിൽ ഭിന്നതയിൽ ജീവിക്കുന്നവർ, ഭർത്താവും ഭാര്യയും പിരിയാൻ പോകുന്നവർ, പിരിയാൻ ഇഷ്ടമില്ലാത്ത ജീവിത പങ്കാളി, ഇഷ്ടമുള്ള ജീവിത പങ്കാളി, അത് തമ്മിൽ വേദനിച്ച് ജീവിക്കുന്ന അവസ്ഥകൾ, കർത്താവ് ന്യായവും സത്യമില്ലാത്ത രീതിയിൽ സമ്പത്തിനും ജോലിക്കും വേണ്ടി ഈ ജീവിത പങ്കാളികൾ ഒരാൾ കാണിച്ചു കൂട്ടുന്ന അനീതികൾ, അതിലെല്ലാം പരിശുദ്ധ ദേവമാതാവിനെ സമർപ്പിച്ചുകൊണ്ട് മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങൾ, തെറ്റായ പ്രണയബന്ധങ്ങളിൽ അകപ്പെട്ടു പോയവർ, തെറ്റായ ലഹരി ശീലങ്ങളിൽ അകപ്പെട്ടു പോയവർ, ആശുപത്രിയിൽ കിടക്കുന്നവർ, ICUയിൽ കിടക്കുന്നവർ, രോഗികൾ, മാറാത്ത രോഗത്തിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവർ, തിരാവേദിക്കാർ അതിശക്തമായി ശ്രദ്ധിക്കട്ടെ. ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, കൃപാസനത്തെ നീ ഏറ്റെടുക്കണമേ, അതിൻ്റെ ആരാധന ഏറ്റെടുക്കണമേ. ദൈവത്തിൻ്റെ കരുണ മക്കളിലേക്ക് ആവശ്യിക്കട്ടെ, ദൈവത്തിൻ്റെ ശക്തി മക്കളിലേക്ക് ആവശ്യിക്കട്ടെ. എല്ലാവിധ ജീവിത നൊമ്പരങ്ങളും തീരാവേദനകളിലും അവസ്ഥകളിലും അകപ്പെട്ടിരിക്കുന്നവരെ, യാത്രയിലാകാൻ പോകുന്നവർ, ജീവിത നിലവാരങ്ങൾ, യാത്രയുടെ ലക്ഷ്യങ്ങളുള്ളവർ, കർത്താവെ അതെല്ലാം ഏറ്റെടുക്കാൻ, കർത്താവ് നിറവേറാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാ നിറയട്ടെ. ശ്രദ്ധിക്കട്ടെ. സൗഖ്യം നൽകണമേ, നാഥാവരേണമേ, എന്നിൽ നിറയണമേ, നാഥാവരേണമേ, സൗഖ്യം നൽകണമേ. മുട്ടേ നിൽക്കുക. വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മൗനമായി പ്രാർത്ഥിക്കുക. എന്തെങ്കിലും കാര്യങ്ങൾ, ഇപ്പം മുട്ട നിൽക്കാൻ പറ്റാത്ത അവസ്ഥ പോലൊരു കാര്യമാണ്. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ അച്ഛനിവിടെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് മൗനമായി കൈകൾ കൂപ്പി മാതാവിൻ്റെ മധ്യസ്ഥ അമ്മയ്ക്ക് സമർപ്പിക്കേണ്ട വിഷയമാണ്.